ഹായ് ഫ്രണ്ട്സ്, ഈ വരുന്നതാണ് കഥയിലെ വില്ലൻ. പേര് കുഞ്ഞൂട്ടൻ. ബാക്കിയുള്ള കഥാപാത്രങ്ങളെയൊക്കെ വഴിയേ പരിചയപ്പെടാം. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും ജനിച്ച് വളർന്ന വീടാണ്. ഒരു 55 വർഷത്തിന് പുറത്ത് പഴക്കമുള്ള വീടാണ്. കുടുംബ വീടാണിത്. എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുമ്പം മുഴുവനും എനിക്ക് ഈ വീട് തന്നെയാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ അല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ കൂടി എൻ്റെ വീട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന വീടായിരിക്കുമല്ലോ. അപ്പോൾ ഈ വീട്ടിലെ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ ഈ വീട്ടിലെ വിരുന്നുകാരാണ്. സത്യത്തിൽ വെക്കേഷനൊക്കെ ആകുമ്പോൾ മാത്രം വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതിൽ ആ യെല്ലോ കളറിലെ ഷർട്ട് ഇട്ടത് എൻ്റെ മോനാണ്. മറ്റേ ആൾ ഇവിടുത്തെ വില്ലൻ, അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞാണ് കുഞ്ഞൂട്ടൻ. മറ്റേത് ശ്രീക്കുട്ടൻ. പിന്നെ മോളുണ്ട് പൊന്നൂസ്. അപ്പോൾ ഇവരെല്ലാവരും കളിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ രാവിലെ ഈ മീൻകുളത്തിലൊക്കെ, ഒരു കുഞ്ഞു മീൻകുളമാണ്, ഇതൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ വീടിന് പുറത്ത് കുറച്ച് വയലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് കാണണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പോകാമെന്ന് കരുതി. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു. അതൊക്കെ കഴിച്ചു. എൻ്റെ അനിയത്തിയുടെ പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടിയിട്ടാണ് വയൽ കാണാനായിട്ട്. വയൽ കാണാനെന്ന് വെച്ചാൽ അവിടെ പോയിരിക്കുമ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അന്ന് നമ്മൾ വയലിൽ കളിച്ചതും തോട്ടിൽ കളിച്ചതും, തോട്, വയൽ, കാവ്, ഇതൊക്കെ തന്നെ ഓർമ്മ വരുന്നത്. ഉച്ചയ്ക്ക് മീൻ കറിയും സാമ്പാറും, പിന്നീട് ഒരു ചെറിയ പയർ, വള്ളിപ്പയറെന്ന് പറയുമല്ലോ, ആ പയർ തോരനുമായിരുന്നു. പിന്നെ അച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ കഴിച്ച് വേഗം റെഡിയായി പുറത്ത് വയലിലേക്ക് പോകാനായിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോയി. അവരും കണ്ട് വളരണമല്ലോ. ഈ നാട്ടും പുറത്തെ കാഴ്ചകളൊക്കെ കാണണമല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ തറ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഒരു നാടാണ് ഞങ്ങളുടെ നാട്. വെള്ളല്ലൂർ എന്ന് പറയും. എനിക്ക് വേറെ ഒത്തിരി ഗ്രാമങ്ങളിൽ പോയപ്പോലും എനിക്ക് നമ്മുടെ നാടിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് വേറൊന്നും തോന്നാറില്ല അങ്ങനെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ക്യാമറയിൽ കാണിക്കുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഇരട്ടി ഭംഗിയാണ് ഞങ്ങളുടെ നാട് കാണാൻ. ഇതിപ്പോൾ പച്ചപ്പൊന്നുമില്ല, വരണ്ട് ഉണങ്ങി വെള്ളം പോലും ഇല്ലാത്തൊരു സമയമാണ്. ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയം ഇനിയും ഞാൻ വീഡിയോ ഇടാം. അപ്പോഴിവിടുത്തെ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മളൊത്തിരി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷിച്ചു, കുട്ടികളെയൊക്കെ കളിക്കാനൊക്കെ വിട്ടു. അങ്ങനെ ഒരുപാട് സമയം ചിലവഴിച്ചു. അവർ വീഴും, എഴുന്നേക്കും, പിന്നെയും കളിക്കും, തല്ലുകൂടും, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ നേരം വാശി പിടിച്ചു. പിന്നെ അവിടെ കൊണ്ടുപോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി എല്ലാവരും കൂടെ പങ്കിട്ട് കഴിച്ചു. അപ്പോൾ അതൊക്കെ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ സിറ്റി ലൈഫൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വയൽ, തോടുകൾ, കാവുകൾ, ഇതൊന്നും ഇവരൊന്നും ഇനി ചിലപ്പോൾ വരും കാലത്ത് ഇവരൊന്നും കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് കൊണ്ടുപോയത്. അതെൻ്റെ സിസ്റ്ററാണ്, മോള്. എപ്പോഴും ഇവർ രണ്ടുപേരും തല്ല് പിടിക്കും. ഈ വരുന്ന ഗുണ്ട, കുഞ്ഞൂട്ടൻ ഗുണ്ടയും ശ്രീക്കുട്ടനും എപ്പോഴും പ്രശ്നമാണ്. ശ്രീക്കുട്ടൻ ആൾ സൈലൻ്റാണ്, പക്ഷെ മറ്റേ പുള്ളിക്കാരൻ ഇച്ചിരി വയലൻ്റാണ്. ഇപ്പോൾ പാവം പോലെ ഇരിക്കുവാണ്.